ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലുക്ക് ആൻഡ് വ്യൂ. ഇന്ന് നമുക്കൊരു ക്രിസ്മസ് സ്റ്റാർ ഉണ്ടാക്കിയാലോ? നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സ്റ്റാറൊക്കെ അവിടെ നിൽക്കട്ടെ, അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന കൂടി ആയാലോ? അടിപൊളിയല്ലേ? അപ്പോൾ നമുക്ക് എന്തൊക്കെ മെറ്റീരിയൽസ് വേണമെന്ന് നോക്കാം. ചാർട്ട് പേപ്പർ, സ്കെയിൽ, പെൻ ഓർ പെൻസിൽ, സിസേഴ്സ്, ഫെവിക്കോൾ ആൻഡ് ത്രെഡ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാനിവിടെ ഓറഞ്ച് കളറിലുള്ള ഫ്ലൂറസെൻറ്റ് ചാർട്ട് പേപ്പറാണ് ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. ഞാനിവിടെ മീഡിയം സൈസുള്ള ഒരു സ്റ്റാറാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു സ്റ്റാറാണിത്. സ്റ്റാറിൻ്റെ സൈസ് നമുക്ക് ഇഷ്ടമുള്ളതായിട്ട് തീരുമാനിക്കാം. ഇവിടെ ഈ ചാർട്ട് പേപ്പറിന് മിനുസമുള്ള ഭാഗമുണ്ട്, പിന്നെ റഫായിട്ടുള്ള ഭാഗമുണ്ട്. മിനുസമായിട്ടുള്ള ഭാഗമാണ് നല്ല ഭാഗം. അത് പുറത്ത് വരുന്ന വിധത്തിൽ വേണം നമ്മൾ ഓരോ ഭാഗങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ചാർട്ട് പേപ്പറാണ്. ഇതിന് 18 രൂപയാണ് വില. ഞാനിവിടെ ആദ്യം തന്നെ 5 പീസസ് ഉണ്ടാക്കുകയാണ്. 5 പീസസ് ഓഫ് പേപ്പർ സ്ക്വയർ ഷേപ്പിലുള്ളതാണ് ഉണ്ടാക്കുന്നത്. 20 സെൻറ്റിമീറ്റർ നീളവും 20 സെൻറ്റിമീറ്റർ വീതിയുമുള്ള സ്ക്വയർ പീസസ് ഞാനിതൊന്നും കട്ട് ചെയ്തെടുക്കുകയാണ്. ആദ്യം നമുക്ക് സ്കെയിൽ വെച്ചിട്ട് ഇത് അളവ് എടുക്കാം. ഇരുപത് സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക രണ്ട് സൈഡിൽ നിന്നും. ഞാനിപ്പോൾ 5 പീസസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഡയഗണൽ ഷേപ്പിൽ ഫോൾഡ് ചെയ്യാം. ഇത് കുറച്ച് കട്ടിയുള്ളത് കൊണ്ട് കുറച്ച് ഡിഫിക്കൽട്ടാണ്. രണ്ട് എൻഡ്സ് നമുക്ക് ഒരുമിച്ച് കൊണ്ടുവന്ന്, രണ്ട് ഓപ്പോസിറ്റ് എൻഡ്സ് ഒരുമിച്ച് കൊണ്ടുവന്ന് നന്നായി ഫോൾഡ് ചെയ്യാം. നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കത് അൺഫോൾഡ് ചെയ്യാം. പിന്നീട് ഒരു സ്കെയിലും പെന്നും ഉപയോഗിച്ച് നമുക്ക് ആ ലൈനൊന്ന് മാർക്ക് ചെയ്യാം. ഇത് നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ് ഇങ്ങനെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പുറത്തെ രണ്ട് ഓപ്പോസിറ്റ് എൻഡ്സ് നമ്മൾ എടുത്തിട്ട് അത് 1 സെൻറ്റിമീറ്റർ വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്യാണ്. ഈ രണ്ട് എൻഡ്സുമാണ് നമ്മൾ ഒരുമിച്ച് യോജിപ്പിക്കുന്നത്. അത് ഒട്ടിക്കാനുള്ള സ്പേസാണ് നമ്മൾ ഈ 1 സെൻറ്റിമീറ്റർ കൊണ്ട് മാർക്ക് ചെയ്യുന്നത്. ഇപ്പം ഞാൻ രണ്ട് എൻഡും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഒരു എൻഡ് എടുത്ത് കൊണ്ടുവന്ന് നമ്മൾ പെൻ കൊണ്ട് മാർക്ക് ചെയ്ത് അവിടെ കൊണ്ടുവന്ന് വയ്ക്കുക. എന്നിട്ട് നമ്മൾ നന്നായി പ്രസ് ചെയ്തിട്ട് അത് ഫോൾഡ് ചെയ്യുക. ഒരു സ്കെയിൽ കൊണ്ട് നമുക്ക് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി മറ്റേ എൻഡ് അതുപോലെ തന്നെ സെയിം മെത്തേഡ് തന്നെ നന്നായി പ്രസ് ചെയ്തിട്ട് ഫോൾഡ് ചെയ്യുക. ഇപ്പം നമ്മൾ രണ്ട് എൻഡ്സും ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്യാം. എക്സസ് ആയിട്ടുള്ള ഫെവിക്കോൾ നമുക്ക് എടുത്ത് കളയാം. ഇപ്പം ഞാൻ 5 പീസസ് ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പീസും എടുക്കാം. നമ്മൾ ഇതിന്ന് 3 സെൻറ്റിമീറ്റർ സ്കെയിൽ വെച്ച് നമ്മൾ അളന്ന് മാർക്ക് ചെയ്യാണ്. ഇത് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി മറ്റേ എൻഡിൽ നിന്നും നമ്മൾ ഈ മാർക്ക് ചെയ്തതിലോട്ട് വരയ്ക്കുകയാണ്.
അതിനുശേഷം വീണ്ടും ആ മാർക്കിൽ നിന്നും നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് എൻഡിലോട്ട് വരയ്ക്കുകയാണ്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ 5 പീസസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ 2 എൻഡുകളും നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് 1 സെൻറ്റിമീറ്ററിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് അളന്നിട്ട് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഇങ്ങനെയും കട്ട് ചെയ്യാം. ഓക്കെ. അതിനുശേഷം നമ്മൾ വീണ്ടും മാർക്ക് ചെയ്യാണ്. 1 സെൻറ്റിമീറ്ററാണ് ഇപ്പോൾ ഞാൻ മാർക്ക് ചെയ്യുന്നത്. ഇപ്പുറത്തെ സൈഡിൽ അതുപോലെ തന്നെ 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ കട്ട് ചെയ്ത ഭാഗം അതിൻ്റെ മെഷർമെൻറ്റ് നോക്കുമ്പോൾ 1 സെൻറ്റിമീറ്റർ കറക്റ്റ് ഉണ്ട്. അങ്ങനെ നമ്മൾ അതൊരു ലൈനാക്കി എടുക്കുകയാണ്. ആ എൻഡിൽ നിന്നും ഇവിടെ മാർക്ക് ചെയ്തത് വരെ യോജിപ്പിച്ച് കൊടുക്കുകയാണ്. ഇത് സെയിം തന്നെ നമ്മൾ ഇപ്പുറത്തും ചെയ്യാണ്. ഇപ്പം നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കുന്ന പാട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എല്ലാതും യോജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഭാഗമാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാനൊരു ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അത് കറക്റ്റ് ആ മാർക്കിൻ്റെ അവിടെ വരെ വരാൻ പാടുള്ളൂ. അതിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർ ഉണ്ടാക്കുമ്പോൾ ഇടയിൽ ഹോൾസൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. കറക്റ്റ് മാർക്കിങ്ങിന് അവിടെ വരെ പാടുള്ളൂ. കറക്റ്റ് അവിടെ വരെ പാടുള്ളൂ. ഇനി നമുക്ക് ആ ലൈൻ വെച്ച് നമുക്ക് അതൊന്ന് ഫോൾഡ് ചെയ്യാം. നന്നായി ഫോൾഡ് ചെയ്യണം. നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലിപ്പോൾ 2 പാർട്ട് നമ്മൾ 2 ഭാഗമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഒരു സൈഡിൽ നമുക്ക് വേണ്ടു, മറ്റേത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഒരു സൈഡിൽ ഇത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. മറ്റേ ഭാഗം കൊണ്ടാണ് നമ്മൾ അപ്പുറത്തെ ഭാഗത്ത് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നത്. എല്ലാം യോജിപ്പിക്കുന്നതിന് നമ്മൾ ഇതിൽ ഒരു സൈഡിലെ ഭാഗം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ മറ്റേ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് അൺഫോൾഡ് ചെയ്തിട്ട് നമ്മൾ ഒട്ടിക്കാനുള്ള ഭാഗം ഒന്നും കൂടി നമ്മൾ നീറ്റാക്കി എടുക്കുകയാണ്. അവിടെ ജസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം ഇത് മറ്റേ ഭാഗത്തിൻ്റെ നമ്മൾ ഒട്ടിക്കുമ്പോൾ അത് ഉള്ളിലോട്ട് പോകുന്നതാണ്. ഇതുപോലെ എല്ലാതും നമ്മൾ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ എല്ലാതും ഇതുപോലെ നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 5 പീസസും ഒട്ടിക്കാം. നമുക്കിതിൽ ഓരോന്നിൻ്റെയും സൈഡിലായിട്ട് നമുക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് എല്ലാം ഒരുമിച്ച് നമുക്ക് ഒട്ടിക്കാം. ഓരോന്നിൻ്റെ മുകളിലായിട്ട് ഓരോന്ന് വെച്ച് ഒട്ടിക്കാം. ഇപ്പം ഞാൻ ഫെവിക്കോൾ അപ്ലൈ ചെയ്യാണ്. ഇനി അതിൻ്റെ മുകളിൽ വേറൊരെണ്ണം വെച്ചിട്ട് നമ്മൾ ഒട്ടിക്കുകയാണ്. ഇങ്ങനെ 5 ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹോൾ ഇടാം. 2 സൈഡിലും നമുക്ക് ഹോൾ ഇടാം. അതിനുശേഷം നമുക്ക് ത്രെഡ് അതിലൂടെ ഇടാം. ഇപ്പം നമ്മൾ ഇങ്ങനെ സ്റ്റാർ ഉണ്ടാക്കി ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ത്രെഡ് ഇടാം. 2 സൈഡിൽ നമുക്ക് ഇതുപോലെ ത്രെഡ് ഇട്ട് കൊടുത്തിട്ട് നന്നായി ടൈറ്റായിട്ട് നമുക്ക് കെട്ടി കൊടുക്കാം. നല്ല ടൈറ്റായിരിക്കണം, അപ്പോഴേ അതിന് ഷേപ്പ് കറക്റ്റായിട്ട് വരുള്ളൂ. ഇപ്പോൾ നമ്മൾ ടൈറ്റായി കെട്ടിയിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. ഇനി നമുക്കൊരു ഡിസൈൻ കൊടുക്കാം. ഇതിന് യെല്ലോ ഫ്ലൂറസെൻ്റ് പേപ്പർ വെച്ചിട്ട് ഒരു ഡിസൈൻ കൊടുക്കുകയാണ് ഞാൻ. അതിന് വേണ്ടി ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. 5 സെൻറ്റിമീറ്റർ നീളവും 5 സെൻറ്റിമീറ്റർ വീതിയുള്ള കഷ്ണങ്ങളാണ് ഇതെല്ലാം.
ഇതിന് ശേഷം നമ്മൾ സ്ക്വയറായി കട്ട് ചെയ്തത് ഒന്നുകൂടി ഈ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് നമുക്ക് ആ നേരത്തെ കണ്ട പിക്ചറിൽ പോലെ ആക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ആദ്യം ഒന്ന് പതുക്കെ ചെറുതായി ചെറിയൊരു ഫോൾഡ് ഇട്ട് കൊടുക്കുക. അത് നന്നായി പ്രസ് ചെയ്യുക. അതിനുശേഷം ഒന്നുകൂടി മടക്കുക, പിന്നെ വീണ്ടും മടക്കുക. അതിനുശേഷം നമ്മളത് അൺഫോൾഡ് ചെയ്യുക. ഇനി നമുക്ക് ഓരോ ഫോൾഡായിട്ട് നമുക്ക് എടുക്കാം. ആദ്യം ഈ ഫോൾഡ് എടുത്തു, രണ്ടാമത്തെ ഫോൾഡ് നമ്മൾ ഉള്ളിലോട്ട് തന്നെ വെക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ അപ്പുറത്തെ ഫോൾഡ് എടുത്തിട്ട് വീണ്ടും നമ്മൾ മുകളിലോട്ട് കൊണ്ടുവരികയാണ്. അത്തരത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു പാറ്റേൺ നമ്മൾ എടുത്തു. ഇങ്ങനെ നമുക്ക് ഒരു 12 പീസസാണ് വേണ്ടത്. അടുത്തതും അതുപോലെ തന്നെ ചെയ്യാണ്. ഇത് വളരെ ഈസിയാണ്. ഇത് നമ്മൾ സ്റ്റാറിൻ്റെ ഓരോ വാലിൻ്റെ ഇടയിൽ വരുന്ന സ്പേസിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഒരു സ്പേസിൽ നമുക്ക് 3 എണ്ണമാണ് ആവശ്യം. അങ്ങനെ ടോട്ടൽ 12 എണ്ണം നമുക്ക് ആവശ്യമുണ്ട്. ഇനി നമുക്ക് ഓരോ സ്പേസിലോട്ട് വേണ്ടത് നമുക്ക് സെപ്പറേറ്റ് ഒട്ടിച്ചെടുക്കാം. ആദ്യം ഞാൻ 3 എണ്ണം എടുത്തു. 3 എണ്ണം എടുത്തിട്ട് നമ്മൾ 3 എണ്ണം കൂടി ഒരുമിച്ച് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ അത് സിംഗിളായിട്ടുള്ള ഉണ്ടാക്കിയെടുക്കുകയാണ്. 2 സൈഡിലും നമ്മൾ ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. എൻ്റെ സ്റ്റാർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.